താമരശ്ശേരി ചുരത്തിലെ തുടർച്ചയായുള്ള ഗതാഗതക്കുരുക്ക് അടിയന്തര സാഹചര്യത്തിൽ പോലും വയനാട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ. ഇതിനൊരു പരിഹാരമെന്നോണമായിരുന്നു ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതയ്ക്ക് സർക്കാർ തുടക്കമിട്ടത്. ഇതിൽ വയനാട്ടിൽ അവസാനിക്കുന്ന കള്ളാടി തുരങ്കപാതയ്ക്കടുത്താണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഓൾറെഡി 2009 പൊട്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിലൊക്കെ മണ്ണ് കൂടിയതാണ്. അതേ അവസ്ഥയിലാണ് ഇവർ മഴ പോലെ അവിടെ മണ്ണ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് ഏത് സമയം പൊട്ടിനും വരാൻ പറ്റില്ല. പൊട്ടി കഴിഞ്ഞാൽ അവിടുത്തെ 6 കുടുംബം ഉണ്ടാവില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണ് കൂട്ടിയിട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപകടം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനൊക്കെ ചെയ്ത് ഇവർ എന്താ പറയുക എന്തോ പുതച്ച് വെക്കുന്ന പോലെ 4 ടാർപ്പായ കൊണ്ടുവന്നാൽ മുടിച്ച് ടാർപ്പായില്ലാതെ നിൽക്കുമോ? അത്ര വലിയ കൊന്ന് ലൂസ് മണ്ണാണ് നിൽക്കുമോ? ഇത് പൊട്ടാത്ത സ്ഥലം. ഇതുവരെ അവിടെ പൊട്ടാത്ത സ്ഥലമാണ് ഇന്നലെ പൊട്ടിയത് കൊണ്ട് ഏതോ ദൈവമാണ് ഇവരെ കൊണ്ട് ഇവർ രക്ഷപ്പെട്ട്. പക്ഷെ ഇവർ രക്ഷപ്പെട്ടില്ല. എവിടെ നിന്നോ വന്നവർ നമ്മളുടെ ചോരയിലാണ് അവിടെ മണ്ണിൻ്റെ ഉള്ളിൽ കിടക്കാണ്. 2024 ചൂരൽമല ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടടുത്താണ് കള്ളാടി പ്രദേശം. നിരവധി താമസക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പലരും രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ താമസിക്കാനില്ലെന്ന നിലപാടിലാണ് ഓരോ താമസക്കാരനും. ഞങ്ങൾക്ക് അവിടെ താമസിക്കുന്ന കാര്യം പോസിബിൾ അല്ല. അത് വലിയൊരു വിഷമമാണ്. കാരണം എങ്ങനെ അവിടെ ഉറങ്ങാൻ പറ്റും? കാരണം ഒരു 3 ദിവസം തുടർച്ചയായിട്ടുള്ള മഴയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അവിടെ ഇനി നിൽക്കൽ സാധ്യമല്ല. മക്കൾ പറയുന്നത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കില്ല. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയല്ല, ലൈവായിട്ടൊരു സംഭവം ഇങ്ങനെ അടിച്ച് വരികയല്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര മാനസികമായിട്ട് വലിയ പ്രയാസത്തിലാണ്. ഈ മണ്ണ് വലിയ രീതിയിൽ കൂട്ടിയിട്ട് നിങ്ങൾ ആശങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുഴയിലേക്ക് മണ്ണ് വന്നിട്ട് കുറേ വീടുകളിലെ കുടിവെള്ളത്തിനൊക്കെ ബാധിച്ചിരുന്നു. അപ്പോൾ അത് നമ്മുടെ വാർഡ് മെമ്പറായ ജിതിനും അതുപോലുള്ള ആ പ്രദേശവാസികൾ ഒരുപാട് പേരും പോയി സംസാരിച്ചൊക്കെ പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് അത് അത്രയും വലിയ കൂടുതൽ മണ്ണായതുകൊണ്ട് അത് മാറ്റാനുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൂടുതൽ മഴ പെയ്തതും ഒരു ബുദ്ധിമുട്ടായി. ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല, അത് 100% ഉറപ്പാണ്. ഇത് കാണുന്ന അധികാരികൾക്ക് പറയാനുള്ളത്, ഞങ്ങളവിടെ താമസിക്കുകയാണെങ്കിൽ തുരങ്കപാത ആണെങ്കിൽ വർക്ക് നടത്തിക്കോട്ടെ, അത് ഞങ്ങളതിന് എതിരൊന്നുമല്ല, ഞങ്ങൾക്കത് തടയാനുള്ള അവകാശമില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ചെയ്തു തരണം. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്ന് തുടങ്ങി കള്ളാടിയിൽ അവസാനിക്കുന്ന തുരങ്കപാതയ്ക്ക് 8.1 കിലോമീറ്ററാണ് ദൂരം. 2134 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവായി കണക്കാക്കുന്നത്. തുരങ്കപാതയ്ക്ക് ജനങ്ങൾ എതിരല്ലെങ്കിലും തങ്ങൾക്ക് പേടിയില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് ഇവിടെയുള്ള ഓരോ താമസക്കാരനും സർക്കാരിനോട് പറയാനുള്ളത്. വിചാരിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു സംഭവം. ഇപ്പോഴും ഞാൻ ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടി പോലും ആ ഒരു ഷോക്കിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. വല്ലാത്ത പേടിയായി പോയില്ലേ? ഇപ്പോഴും ഈ നേരം വരെ എനിക്ക് വന്ന ആ ഒരു അനുഭവം, ഞാൻ മരിക്കാൻ പോവുകയാണ്, പക്ഷെ എൻ്റെ കുട്ടി എവിടെ ഉണ്ട്, എൻ്റെ കുട്ടിക്ക് ആരുണ്ടാവും എന്നുള്ള, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ. അത്രയും ഞാൻ മരിച്ചെന്ന് തന്നെ ഞാൻ വിചാരിച്ച്. അതാ വരുന്നത്, ഞാൻ മരിക്കുകയാണ്, എനിക്ക് വേറെ ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം അത്രയും നേരിൽ കാണുകയാണ് ഞാൻ. ഇത്രയും ആൾക്കാർ ഇന്നിട്ട് ഞങ്ങളൊക്കെ ഇട്ടിട്ട് ഓടുകയാണ് ഇത്രയും ആൾക്കാർ. കാരണം അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ആൾക്ക് രക്ഷിക്കാൻ പറ്റില്ല. ഓരോരോ അത്രയും ടെൻഷനിലാണ് ഓരോ പോണത്. അപ്പം നമ്മളങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിസ്സഹായതയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ അന്ന സമയത്ത്. കുട്ടി കണ്ടാൽ അവർ മണ്ണിന്ന് എടുക്കുന്നതും ഒക്കെ കുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടി ആകെ പേടിച്ച്, കുട്ടി നമുക്ക് പോവുക, നമ്മൾ മരിക്കും തോന്നുന്നു, നമുക്ക് പോവുക, ചോര വരുന്നുണ്ട്, മണ്ണ് വരുന്നുണ്ട്, ലോറി വരുന്നുണ്ട് പറഞ്ഞിട്ട് നമുക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് കുട്ടി ആകെ കരച്ചില്ലായിരുന്നു. കുട്ടി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ചെറിയൊരു ഒച്ച കേൾക്കുമ്പോഴും പേടിയാവുകയാണ്. അതാണോ എന്നുള്ള ആ ഒരു പേടി മനസ്സിൽ നിന്ന് പോണില്ല. അതീവ ദുർബലമായ പശ്ചിമഘട്ട മലനിരകളിലെ പാറകൾ തുരന്നാണ് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത്. മണിക്കൂറുകൾ നിർത്താതെ മഴ പെയ്താൽ പോലും അപകടാവസ്ഥയിലാവുന്ന പ്രദേശം. ചൂരൽമലയും മുണ്ടക്കൈയും പുത്തുമലയും ഇവരുടെ നേർസാക്ഷ്യവുമാണ്. ഇപ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ കാരണം ഫിക്സ് ചെയ്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാരണം സമഗ്രമായി അന്വേഷിക്കാൻ വേണ്ടി പോകേണ്ടി വരും. അതിൽ കരാർ കമ്പനിയുടെ കുറവുണ്ടോ, ഇത് നിയന്ത്രിക്കേണ്ടവരുടെ പ്രശ്നമുണ്ടോ, പാരിസ്ഥിതിക അനുമതി നൽകുമ്പോൾ കേന്ദ്രം പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളിൽ നിന്ന് വിട്ടെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഈ തുരങ്കവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളാണോ, ഇതിലേതാണ് ഇതിന് യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പദ്ധതികൾ ഉണ്ടാകുമ്പോൾ
പലപ്പോഴും സ്വാഭാവികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാകും. അതില്ലാതിരിക്കാനുള്ള ശ്രദ്ധ നടത്തിപ്പുകാർക്കും കരാറ് കമ്പനിക്കും അതിനെ നിയന്ത്രിക്കേണ്ടവർക്കും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഇൻസിഡൻറ്റിനെ മാത്രം കരുതിക്കൊണ്ട് പൂർണ്ണമായൊരു തീരുമാനം നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനിയൊരു ദുരന്തത്തെ നേരിടാനുള്ള ശേഷി ഇവിടുത്തുകാർക്കില്ല. വർഷാവർഷവും കണ്ണീരിൻ്റെ കഥ പറഞ്ഞ് മുന്നോട്ട് പോകാനും ഇവർക്കാവില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ജീവിതവും ജീവനവും ഒരുക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. ഇനി ഞാൻ അങ്ങോട്ട് പോകൂല. കാരണം എൻ്റെ മക്കളെ എനിക്ക് വലുത്, അതുകൊണ്ട് ഞാൻ ഇനി പോകൂല. ഞാൻ വേറെ എവിടേക്ക് പോയാലും ഇനി അങ്ങോട്ട് ഞാൻ പോകൂല. വേറെ എവിടേക്കും പോകാനുമില്ല. ഇപ്പം എൻ്റെ പേരയിലുള്ളപ്പോൾ ഞാൻ നിൽക്കണത്. പക്ഷേ എൻ്റെ മക്കളായിട്ട് ഇനി ഞാൻ അങ്ങോട്ട് പോകൂല. ഞാൻ എവിടെ പോയാലും അങ്ങോട്ടേക്ക് ഇനി ഞാൻ ഇല്ല. എന്തെങ്കിലും ഇതിനുള്ള എന്തെങ്കിലും ഒരു ഇത് കണ്ടെത്തിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ വേറെ നിവർത്തില്ല.